ഹലോ കൂട്ടുകാരെ, മഴ തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അലീന മുത്തശ്ശിക്ക് മരുന്നൊക്കെ എടുത്തു കൊടുക്കുകയാണ്. മുത്തശ്ശിയായിട്ട് ഇങ്ങനെ നല്ല സ്നേഹത്തിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. മുത്തശ്ശിയോട് ഇങ്ങനെ ഓരോ കാര്യം പറയുകയാണ്. മുത്തശ്ശിക്ക് മരുന്നെടുത്ത് കൊടുത്തിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ കഴിച്ചോടി, നീ കഴിച്ചിട്ടില്ലെങ്കിൽ പോയി കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല മുത്തശ്ശി, എനിക്ക് എന്തെങ്കിലും വിശക്കുമ്പോൾ കഴിച്ചാൽ മതി, ഇവിടെ പണിക്കാരത്തേക്ക് ഭക്ഷണങ്ങൾക്ക് മാത്രം ഒരു ബുദ്ധിമുട്ടില്ല, എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ ആയിക്കോട്ടെ മുത്തശ്ശി, എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് മെല്ലെ അവിടുന്ന് രോഹിത് ഇറങ്ങി വരുന്നുണ്ട്. രോഹിത് ഇവിടെ ഇങ്ങനെ പതിയെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് രോഹിത് മെല്ലെ വന്ന് കയറി വന്ന് മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്ന് പറയുമ്പോൾ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം നീ ഇങ്ങോട്ട് കടന്നിട്ടില്ലാടോ, ഇപ്പം നിനക്ക് എന്താ ഇവിടേക്ക് കടക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി, ഇവിടേക്ക് കഴിഞ്ഞ ദിവസം ഹരിശങ്കർ വന്നിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ വന്നിരുന്നു, എന്തേ ചോദിക്കുന്നുണ്ട്. അല്ല അലീന, നീ ചെന്ന് കാപ്പി കൊടുത്തോ, എൻ്റെ റൂമിൽ വെച്ച് കാപ്പി കൊടുത്തോ ചോദിക്കുന്നുണ്ട്. ആ കൊടുത്തു, എന്തേ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. ആ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, സംശയമായിട്ട് എന്താ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ സംശയം ക്ലിയർ ആക്കാൻ വേണ്ടി വന്നിട്ട് അവൻ അതങ്ങനെ മെല്ലെ പോകുന്നുണ്ട്. പിന്നെ അവളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. രോഹിത് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാവും ഇപ്പോൾ ഹരിശങ്കറിനെ പറ്റി ഹരിയെ പറ്റി ചോദിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന മുത്തശ്ശിയോട് പറയേണ്ടത്, മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഹരി വന്ന സമയത്തും ഞാൻ മുകളിൽ കാപ്പി കൊടുക്കാൻ പോയപ്പോൾ ഹരി എൻ്റെ കയ്യെ കയറി പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ, എന്നിട്ട് നീ എന്തേ വൈജോട് പറയാത്തത് ചോദിക്കുന്നുണ്ട്. വൈജോട് പറഞ്ഞാൽ അപ്പം തന്നെ കൊച്ചമ്മ എന്താ പറയുക അറിയോ, അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, തൊലി വെറുപ്പുള്ള പെൺകുട്ടികളെ പണിക്ക് നിർത്തിയ ആൺകുട്ടികളുള്ള വീടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് വിഷമം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരി, അവൾ അങ്ങനെ തന്നെ പറഞ്ഞയക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ വാതിൽ വന്ന് തട്ടണതാണ്. വൈജ വാതിൽ വന്ന് തട്ടണ സമയത്ത് അലീന പോയി തുറന്നു കൊടുക്കുന്നുണ്ട്. തുറന്നു കൊടുത്തപ്പോൾ വൈജ വന്നിട്ട് തിരയുണ്ട്, എല്ലാ സ്ഥലത്തും തിരയുണ്ട്. അവളെ മോതിരം കാണാനില്ല പറഞ്ഞിട്ട് തിരയുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, എന്താ മാഡം ചാവിയാണോ കാണാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അവളൊന്നും പറയുന്നില്ല, അവൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേ നടക്കുന്നുണ്ട്, എല്ലായിടത്തേക്കും തിരഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം ഞാൻ ഇവിടെയൊക്കെ നന്നായി വൃത്തിയാക്കിയതാണ്, ഞാൻ ഇവിടെ ഒന്നും കാണാനില്ല, ഞാൻ രാവിലെ തൊട്ട് എല്ലാം വൃത്തിയാക്കിയത്, ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല, മോതിരമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും വൈജ എല്ലായിടത്തും തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ വൈജ ചെന്നിട്ട് ഫോൺ വിളിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ ഫോൺ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, എൻ്റെ മോതിരം 1.5 പവൻ്റെ മോതിരം കാണാനില്ല, ഞാൻ ഇവിടെ ടേബിൾ മേൽ തന്നെ വെച്ചത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് തിരക്കാണ്, അത് അവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ വൈജ തെരയന്നെ, റൂം മൊത്തം തെരയന്നെയാണ്, എൻ്റെ 1.5 പവൻ്റെ മോതിരം അത് കാണാനില്ലെങ്കിൽ എന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ അലീനോട് പറയുന്നുണ്ട്. അപ്പോഴേക്ക് അവിടെ നമ്മളെ ബബിതയും കൃഷ്ണജിയും കൂടി സ്കൂട്ടിയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. സ്കൂട്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ കൃഷ്ണച്ച ബബിതയോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് വല്ലാത്ത സ്പീഡ്, അത്ര സ്പീഡിൽ പോകണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ 100-ലൊക്കെ ചേച്ചി പോകുന്നുണ്ട് എന്ന് പറയുന്നത്. നീ ആരുടെ സ്പീഡോ മീറ്ററാ സ്പീഡ് നോക്കിയെങ്ങാണ്ട് നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവളുടെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ എന്താ തിരയെന്ന് പറയുമ്പോൾ, എൻ്റെ മോതിരം കാണാനില്ല പറയുന്നുണ്ട്. അപ്പോൾ അമ്മ മോതിരം എവിടെ വെച്ചിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ടേബിളിൽ തന്നെ വെച്ചേ, പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ രോഹിത്തിനോട് കൂടി ചോദിക്കായിരുന്നില്ലേ പറഞ്ഞു, ഞാൻ അവനോട് ചോദിച്ചു, അവനാണായിട്ട് പറഞ്ഞു, അവൻ എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും കൂടി വീണ്ടും തിരഞ്ഞു നോക്കുന്നുണ്ട്, മോതിരത്തിൻ്റെ മുഴുവനും തിരയുന്നുണ്ട്. അപ്പോൾ അമ്മ അവളോട് ചോദിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ബബിത ചോദിക്കുന്നുണ്ട്, അമ്മ അലീനോട് ചോദിക്കുന്നുണ്ട്. അവൾ കണ്ടിട്ടേ ഇല്ല, അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നത്, ഞാൻ പോലും രാവിലെ ഇവിടെ കണ്ടതാണല്ലോ ടേബിൾ മേൽ ഇരിക്കുന്നത്, പിന്നെ അവൾ മാത്രം എങ്ങനെ കാണാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണച്ച പറയുന്നുണ്ട്, എന്തായാലും ആ ചേച്ചി അതൊന്നും എടുക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് അവിടുന്ന് രോഹിത് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മോളിൽ നിന്ന് ഇതൊക്കെ കേട്ടിട്ട് മെല്ലെ രോഹിത് ഇറങ്ങി വരുന്ന സമയത്ത് പിന്നെയും ചോദിക്കേണ്ട, അലീന നീയാണോ അടുത്ത്, ഇതെന്താ അമ്മ ഈ കള്ളനോട് ചോദ്യം ചോദിക്കണ പോലെ എന്നോട് വീണ്ടും ചോദ്യം ചോദിച്ചിരിക്കുന്നത്, കള്ളനായില്ലെങ്കിൽ ഇന്നെ കള്ളനാക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടെ പോയിട്ട് ഡൈനിങ് ടേബിളിൽ വീണ്ടും ഇരിക്കുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് വൈജ പറയുന്നുണ്ട്, പിന്നെ ആരാ എടുത്ത്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ബണ്ണാർപ്പെട്ടി തുറന്ന് വെച്ചാൽ പിന്നെ കള്ളം മോഷ്ടിക്കാതിരിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അവൾ തന്നെ എടുത്തിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജ എന്തായാലും അവളുടെ റൂം പരിശോധിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി അലീനയും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുക. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആരടി ആ മോതിരം എടുത്ത്. അലീന പറഞ്ഞിട്ട്, എനിക്കറിയില്ല, നീ എടുത്തോ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല മുത്തശ്ശി, എനിക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു, എനിക്ക് മൊട്ടും മോതിരം ഒക്കെ വാങ്ങിയിടാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ മമ്മി ഒരിക്കലും ഒരു പണ്ടം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്കും ഒരു പണ്ടം ഇടാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് പണ്ടം ഇടാൻ ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങളുണ്ടോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ മമ്മി ഇടാത്തതുകൊണ്ട്, ഞാൻ എൻ്റെ മമ്മി പറഞ്ഞ് പഠിപ്പിച്ച കുട്ടിയാണ്, അതുകൊണ്ട് എനിക്കും അങ്ങനത്തെ എൻ്റെ മമ്മിയെ കണ്ട് പഠിക്കാനാണ് എനിക്കിഷ്ടമുണ്ടായിരുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും ഇടാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല പറഞ്ഞിട്ട്. ആ സമയത്താണ് നമ്മുടെ വൈജ അവിടേക്ക് വൈജ കയറി വന്നിട്ട് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് വലിച്ചിടുന്നുണ്ട്. ഇവളാണ് എടുത്തിട്ട് വെച്ചിട്ട് എല്ലാം വലിച്ചിട്ടുണ്ട്. അപ്പോൾ അലീന മുണ്ടാതെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്, കാരണം അവൾ ഒരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ മുഴുവനെ വലിച്ചിടുന്നുണ്ട്. അവളിങ്ങനെ എല്ലാം വലിച്ചിടുന്ന സമയത്താണ് അവളുടെ അമ്മാമ്മയുടെ ഫോട്ടോ കാണുന്നത്. ഇതെന്താടി ഇതെന്ന് പറഞ്ഞിട്ട്, ഇത് ഞാൻ എടുത്ത് തൊടിയിലേക്ക് എറിയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, കൈതക്കൽ കുഞ്ഞിരാമൻ മേനോൻ്റെ മകളും സ്വർണ്ണക്കടയും തുണിക്കടയും ഇരുമ്പുകടയും എല്ലാമായ വലിയ ബിസിനസ്
സാറിൻ്റെ നെടുമ്പരക്കൽ ബാലചന്ദ്രൻ്റെ ഭാര്യയായ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇങ്ങനത്തെ തരം താഴ്ത്തരുത് കേട്ടോ, ഇത് നിങ്ങൾക്ക് നന്നല്ല, ഇങ്ങനെ തരം താഴാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് എല്ലാം എടുത്ത് എറിഞ്ഞിട്ടാണ് അവളുടെ കയ്യിലുള്ള തുണിയൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അവൾക്ക് ദേഷ്യം വന്നിട്ട് പിന്നെ അപ്പോൾ മുത്തശ്ശി വാലിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് കാര്യമാക്കേണ്ട മോളെ, അവൾക്ക് പെട്ടെന്നുള്ള എടുത്ത് ചാട്ടാണ്, അവൾക്ക് ആ എടുത്ത് ചാട്ടം കൊണ്ടാണ് അവൾക്ക് പെട്ടെന്നുള്ള ദേഷ്യം വരുള്ളൂ പറഞ്ഞിട്ട്. അലീന പറഞ്ഞു അതൊന്നും സാരമില്ല മുത്തശ്ശി പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ബാലചന്ദ്രൻ മേനോൻ രാത്രി വരുന്നതാണ്. ബാലചന്ദ്രൻ മേനോൻ രാത്രി വരുമ്പോൾ വൈജ വാതിലൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. വൈജ വാതിൽ തുറന്നു കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങളെന്താ എത്ര നേരം വൈകിയപ്പോൾ എനിക്ക് കണക്കൊക്കെ നോക്കാനുണ്ടായിരുന്നു കടയിൽ എന്ന് പറയുമ്പോൾ, കണക്കൊക്കെ നോക്കാൻ വേറെ ആൾക്കാരൊന്നുമില്ലേ, അത് വേറെ ആൾക്കാരെ ഏൽപ്പിച്ച് എങ്ങനെ ഞാൻ തന്നെ നോക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇത്രയും വലിയൊരു തെറ്റ് നടന്നിട്ട് നിങ്ങൾ എവിടെ ഇരുന്നു എന്ന് പറയുന്നുണ്ട്. എന്ത് തെറ്റാണ് നീ പറഞ്ഞാൽ ആ ചെറിയ മോതിരത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നുണ്ട്. അത് ചെറിയ മോതിരമൊന്നുമല്ല, അത് വലിയ മോതിരം തന്നെയല്ലേ, അത് കാണാൻ നിങ്ങൾക്ക് അതെന്താ അത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കാണാത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നാളെ വേണമെങ്കിൽ കണക്ക് ഞാൻ സ്വർണ്ണക്കടയിൽ നിന്ന് ആ 1.5 പവൻ്റെ മോതിരം എടുത്തിട്ട് വരാം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതല്ല ഇവിടുത്തെ പ്രശ്നം, അത് ആരാ കട്ടെന്ന് എനിക്ക് അറിയണം, ഈ വീട്ടിൽ ആരാ കട്ടെന്ന് എനിക്ക് അറിയണം എന്ന് പറയുന്നുണ്ട്. പോലീസുകാരനെ വിളിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഒന്ന് പ്രശ്നം ഉണ്ടാതിരിക്കുക, അത് 2 ദിവസം കഴിഞ്ഞാൽ കിട്ടും, അത് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ഇവൾ ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ബാലചന്ദ്രൻ കൈ കഴുകി ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട്. പിന്നെയും പറയുന്നുണ്ട്, ഇതെവിടെയെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ, ഇത് ആരോ എടുത്തതെന്ന് പറയാം. എനിക്കിപ്പോൾ ആരെയും സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അലീനയാണ് എനിക്ക് സംശയം എന്ന് പറയുന്നുണ്ട്. അലീനയോ? ആ അതെ പറയുന്നുണ്ട്. ഭക്ഷണമൊക്കെ എന്താ ചൂടാറിയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ചൂടാക്കണോ, ഇത്ര നേരം വഴുകുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, അതാണ് ഭക്ഷണമൊക്കെ ചൂടാറിയ, അലീനോട് വിളിക്കുക, ഞാൻ ചൂടാക്കാം. വേണ്ട ഇതിങ്ങനെ മതി പറഞ്ഞിട്ട് അവൻ പിന്നെയും കഴിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് വൈജ പിന്നെയും പറയുന്നുണ്ട് ബാലചന്ദ്രനോട്, ഒരാണ് ചെന്ന് ചോദിച്ചാൽ അവളോട് ചെന്ന് ചോദിച്ചാൽ അവൾ സത്യം പറയും, ആണുങ്ങളെ അവൾക്ക് പേടിയാണ്, അവളോട് ആണ് ചെന്ന് ചോദിച്ചാൽ സത്യം പറയും, അവൾ എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ആരായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ശിവേട്ടൻ ഉണ്ടെങ്കിൽ ഇവിടെ ശിവേട്ടനോട് പോയി ചെന്ന് ചോദിക്കാൻ പറഞ്ഞാൽ ശിവേട്ടൻ അപ്പം തന്നെ പോയി ചോദിച്ചാൽ എല്ലാം മനസ്സിലാക്കും, നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അല്ലേ, നീ ഒന്നും മുണ്ടാതെ എണീറ്റ് പോകും, ഞാൻ ഈ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് തീരട്ടെ. വൈദ്യ ദേഷ്യം വന്നിട്ട് ഉള്ളിലേക്ക് എണീറ്റ് പോകേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും.